നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്നു, നിന്നെ ഇത് വെളിപ്പെടുത്തിയത് പിതാവായ ദൈവമാ. അങ്ങനെ നിനക്കൊരു വെളിപ്പാട് ലഭിച്ചത് കൊണ്ട് ചില അധികാരങ്ങൾ നിനക്ക് തരിക. അപ്പോൾ ഇങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്നവർക്ക് മാത്രമേ അധികാരങ്ങൾ തരത്തുള്ളൂ, എല്ലാവർക്കും തരത്തില്ല. ഇങ്ങനെ കർത്താവ് തിരഞ്ഞെടുക്കുന്ന, കർത്താവിന്റെ വിളി കേട്ട് ഇറങ്ങിയതൊക്കെ ശരിയാ. പക്ഷെ കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കണമെങ്കിൽ ചില വെളിപ്പാടുകൾ ലഭിക്കണം, ചില കൃപകൾ ഏറ്റെടുക്കണം. അങ്ങനെ പത്രോസിന്റെ അടുത്ത് പറയുക, എന്താ നിനക്ക് ഭൂമിയിൽ കെട്ടുന്നത് നീ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അതുപോലെ തന്നെ എൻ്റെ സഭയെ ഞാൻ പണിയും നിന്റെ മേൽ. അല്ലേ പത്രോസേ, നീ പാറയാ, പേട്രാസാനിയാ, ആ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. അപ്പൊ സഭ പണിയുന്നത് ആരാ? പലപ്പോഴും ഞങ്ങളുടെ സഭ കണ്ടിട്ട് ചിലരും ചോദിക്കാറുണ്ട്, ആന്റിയുടെ സഭ എങ്ങനെയുണ്ട്? എനിക്ക് എവിടുന്ന സഭ? ചിലരോട് ചോദിക്കും, പറയും സൂസൻ ആന്റിയുടെ സഭ. എൻ്റെ സഭയിൽ എവിടുന്നാ വരുന്നത്? എനിക്ക് സഭയൊന്നും ഇല്ലെന്നേ. സഭ ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ് സഭ. ജോമോൻ പാസ് ഇവിടെ ചില കർത്തവ്യങ്ങൾ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നല്ലാതെ സഭ ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ് സഭ. അത് പണിയപ്പെടുന്നത് ദൈവമാ. എന്നാൽ അതിന് ചില മുഖാന്തരങ്ങളാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു മാത്രം. ചില അധികാരങ്ങൾ അതിന് തരിക, അത് നടത്താൻ, കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള ചില അധികാരങ്ങൾ, തിരഞ്ഞെടുക്കുന്നവർക്ക് ചില അധികാരങ്ങൾ തന്നിരിക്കുക. അതാ പറയുന്നത് ഇവിടെ. ഇങ്ങനെ അധികാരങ്ങൾ തരുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഇതിൻ്റെ കൂടെ അപ്പുറത്ത് നോക്കിയിരിക്കുന്ന ഒരാളുണ്ട്. ചുമ്മാ നടന്നപ്പോൾ നിനക്ക് വല്ല പ്രതികൂലം ഉണ്ടായിരുന്നോ? ഈ സാമുദായിക സഭയിൽ അല്ലെ ദൈവത്തെ അറിയാതൊക്കെ അവിടെയും കൊണ്ട് നേർച്ച കാഴ്ച കൊടുത്ത് ഈ മലയിലും പോയി ആ മലയിലും പോയി ആ പുണ്യസ്ഥലത്തിലും പോയി കഴിഞ്ഞപ്പോൾ നിനക്ക് എന്തെങ്കിലും പ്രതികൂലം ഉണ്ടായിരുന്നോ? ഒരു പൊത്തുവരുത്തത്തിൽ അങ്ങ് പോയി അല്ലേ? എന്നാൽ ചില പ്രതികൂലങ്ങൾ വന്നത് മാറാതിരുന്നപ്പോൾ അപ്പുറത്തെ സഹോദരി വന്നപ്പോൾ ഇങ്ങോട്ട് വന്നു. പക്ഷേ നീ വന്ന് ഈ ദൈവത്തെ, സത്യദൈവത്തെ അറിഞ്ഞു, പ്രമാണമൊക്കെ അനുസരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഇന്ന് വരെ അനുഭവിക്കാത്ത പ്രതികൂലങ്ങളാണ് നിന്റെ ജീവിതത്തിൽ. ആർക്കും വരാത്ത പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ ഒന്ന് മനസ്സിലാക്കണം, നിനക്കൊരു വിടുതലുണ്ട്, നിനക്കൊരു ഉയർപ്പുണ്ട്. നീ അത് മനസ്സിലാക്കണം. കാരണം പത്രോസ്, നമുക്ക് നോക്കാം, പത്രോസിന് അന്ന് വരെ അനുഭവിക്കാത്ത പ്രതികൂലങ്ങളാണ് വീണ്ടും ഉണ്ടാകാൻ പോകുന്നത്. നമുക്കറിയാം, പണ്ട് എൻ്റെ വീടെന്ന് പറയുന്നത്, ഞാൻ റാന്നിയിലാണ് താമസിക്കുന്നെങ്കിലും എൻ്റെ സ്വന്തം ജനിച്ചു വളർന്ന വീടെന്ന് പറയുന്ന ഹരിപ്പാട് കാരിച്ചാലെന്ന് പറയുന്ന സ്ഥലത്താണ്. അന്ന് ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ പോകുമ്പോഴേ ഇന്നത്തെ കൂട്ട് വലിയ വണ്ടിയും കാറും ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അവിടെ എനിക്കറിയാം 8 മണിയാകുമ്പോൾ ഒരു യൂണിയൻ ബസ്സുണ്ട്, 8:30 ആകുമ്പോൾ ഒരു KCT ബസ്, അതേ ഉള്ളൂ. അപ്പോൾ ആ ബസ്സെ പിള്ളേരെ കയറ്റത്തില്ല, 10 പൈസ ആരും കയറ്റത്തില്ല. ഞങ്ങളെയൊക്കെ ഓടിക്കും ചെല്ലുമ്പോൾ. പിന്നെ ജോലിയുള്ളവരെ കയറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കിലോമീറ്ററുകൾ നടന്നു വേണം ഹരിപ്പാട്ട് ഹൈസ്കൂളിൽ പോകാൻ. പോകുന്ന വഴി ഞങ്ങളൊരു ബറ്റാലിയനുണ്ട്, ആണും പെണ്ണും എല്ലാം കൂടെ ഒരു ബറ്റാലിയനുണ്ട്. പോകുന്ന വഴി പറങ്കാപ്പഴം ഇഷ്ടംപോലെ കാണും, മാങ്ങ കാണും, ആമ്പിള്ളാരും ഞങ്ങൾ ഒട്ടും കുറഞ്ഞതൊന്നുമല്ല, എറിഞ്ഞ് അതും പറക്കിയെടുത്ത് തിന്നോണ്ടാണ് പോകുന്നത്. കാരണം എന്നാൽ ചുമ്മാതെ മാങ്ങ ഇല്ലാത്ത ഒരുപാട് പറങ്കാവും അല്ലെ മാവും പറങ്കാവും ഒക്കെ ഇവിടെ നിൽക്കും, അതേലും എറിയത്തില്ല. കാര്യം എന്താ? ഫലമുണ്ട്. ആ ഫലം പറിച്ച് തിന്നാൻ വേണ്ടിയാ. നിനക്ക് ഫലമുണ്ടെന്ന് കാണുമ്പോൾ ഏറ് വരും നിന്റെ ജീവിതത്തില്. നീ പ്രയോജനപ്പെടുന്നത് കാണുമ്പോൾ ശത്രു നിന്നെ വെറുതെ വിടത്തില്ല. ആ ഫലം എങ്ങനെയായി നഷ്ടപ്പെടുത്തണം, ആ ഫലം എങ്ങനെയായി നശിപ്പിക്കണമെന്ന് വിചാരിച്ച് ശത്രു നിന്റെ നേരെ പ്രതികൂലങ്ങളുമായി കടന്നു വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്താ? പാതാള ഗോപുരം നിന്നെ ജയിക്കയില്ല. ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കാരണം എന്താ? ഒരു ആഭിചാര ശക്തിക്കോ ഒരു പോരിനോ ഒരു പാരമ്പര്യത്തിനോ ഒരു ഫറവോന്റെ ശക്തിക്കോ ഒരു പൗരോഹിത്യത്തിനോ നിന്നെ തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. കരവടിച്ച് നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. ഒരാഭിചാര ശക്തിക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല. കാരണം എന്താ? പാതാളത്തിന്റെ, അതായത് എന്താ പറയുന്നത്,
മരണത്തെ നോക്കി കർത്താവ് പറയുക, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? പാതാളത്തെയും മരണത്തെയും തോൽപ്പിച്ച ഉയർത്തിയ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തോ കണ്ടാ ഭാരപ്പെടേണ്ടത്. പക്ഷേ നീ അങ്ങനെ മറ്റ് ചിലതും പലതും കണ്ട് ഭാരപ്പെടേണ്ട എന്നുണ്ടെങ്കിൽ നീ യഥാർത്ഥ ഇസ്രായേലിയനായിരിക്കണം. എല്ലാവർക്കും കൂട്ടു നിൽക്കത്തില്ല കർത്താവ്. പലതും ചിലതും ചെയ്തിട്ട് നിന്റെ കണ്ണിനോടൊരു നിയമം ചെയ്തിട്ടുണ്ട്, നീ ആവശ്യമില്ലാത്തടത്ത് നോക്കരുത്. നിന്റെ കൈയോടൊരു നിയമം ചെയ്തിട്ടുണ്ട്, ആവശ്യമില്ലാത്തത് കൊടുക്കരുത്, വാങ്ങരുത്. ഇപ്പൊ ഇതൊന്നും ചെയ്യണ്ട, വീട്ടിൽ ഇരുന്ന് അങ്ങോട്ട് കറക്കിയാ മതി, അല്ലേ? തോണ്ടിയാ മതി. 1 മണിക്കൂർ ജോലി ഉണ്ടെങ്കിലും അത് ചെവിക്കകത്ത് വെച്ചോണ്ടങ്ങ് പറയും. പക്ഷേ നിന്റെ ചെവിയോടൊരു നിയമം ചെയ്യണം. ആവശ്യമില്ലാത്തത് നിനക്ക് കേൾക്കാൻ അവകാശമില്ല. ആവശ്യമില്ലാത്തത് പറയുവാൻ നിന്റെ വായെ നീ ഉപയോഗിക്കരുത്. രാവിലെ വിളിച്ചിട്ട് ജോലി എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല. ഓ, ഞാൻ രാവിലെ ജോലി എങ്കിലും നിന്നെ ഒന്ന് വിളിച്ചിട്ട് ഈ വിവരം പറയാനായിരുന്നു. ഇന്നലെ സഭയിൽ പോയായിരുന്നല്ലേ? സാറാമ്മയുടെ മോടെ വിവരം അറിഞ്ഞോ? എന്താ നീ അറിഞ്ഞില്ലയോ? അത് പറയാൻ ഇന്നലെ എനിക്ക് സഭയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പാസ്റ്റ് അവിടെ നിൽപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറയാൻ പറ്റാഞ്ഞ്. നിനക്കത് കേൾക്കാൻ അവകാശമില്ല. നീ പറയണം, അയ്യോ ഗ്യാസെ പാലിരിക്കുന്നു, എനിക്ക് സമയമില്ല. അത് കഴിഞ്ഞ് സൗകര്യമായിട്ട് നിന്റെ കരങ്ങളിൽ കിട്ടുമ്പോൾ പറയണം, നമ്മുടെ അവയവങ്ങളെ പരിച്ഛേദന ചെയ്തിരിക്കുന്നതാ. ആവശ്യമില്ലാത്തത് കേൾക്കാൻ നമുക്ക് അതായിരിക്കും എൻ്റെ അനുഗ്രഹത്തിൻ്റെ തടസ്സം, അതാണ് എൻ്റെ വിടുതലിൻ്റെ തടസ്സം. അത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ കൈ വിശുദ്ധമെന്ന് ദൈവം സാക്ഷിയാ. അതായത് നമ്മുടെ കർത്താവ് പറയാൻ പറ്റുമോ സകലത്തിലും നമ്മൾ വിശുദ്ധരെന്ന്? അങ്ങനെയുള്ളവർക്കേ കർത്താവ് വെളിപ്പാടുകൾ തരുത്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും വെളിപ്പാടും ദർശനമൊന്നും തരത്തില്ല. അല്ലെങ്കിൽ തരുന്നതെന്തോ വെളിവുകേടായിരിക്കും. വെളിപ്പാട് തരണമെങ്കിൽ വിശുദ്ധരായി ജീവിക്കണം. അതായത് നമുക്കറിയാം, യോഹന്നാനെ ഒന്ന് നോക്കിയേ, പത്മോസില് ഏകനായിരിക്കുമ്പോൾ വല്ല ഭാരവും ഉണ്ടായിരുന്നോ? അവിടെ വെച്ച് ചില വെളിപ്പാടുകൾ കൊടുത്തു. എന്തുകൊണ്ട്? കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നത് കൊണ്ട്. ആ ഹൃദയ സ്പന്ദനം യോഹന്നാൻ അറിയാം. ചേർന്നിരിക്കുവാൻ ഒരു വ്യവസ്ഥയുണ്ട്. കർത്താവ് വിശുദ്ധനാണ്. വിശുദ്ധയില്ലാത്ത നമുക്ക് കർത്താവിൻ്റെ അടുക്ക ചെന്ന് ചേർന്നിരിക്കാൻ പറ്റുമോ? മോശയോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ആയിരിക്കാൽ നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു മാറ്റുവാൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കർത്താവുമായിട്ട് നമുക്ക് അടുക്കാൻ പറ്റത്തില്ല. കർത്താവ് വിശുദ്ധര. നമുക്കറിയാം, ഇന്ന് പ്രഭാതത്തില് ഇവിടെയൊക്കെ സകലരും കടന്നു വന്നു. നമ്മൾ വീട്ടിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന നൈറ്റി ആയിട്ടാണോ ആരെങ്കിലും ഇവിടെ കടന്നു വന്നത്? അച്ചായന്മാര് അല്ലെ കുഞ്ഞുങ്ങൾ ബർമൂഡ ഇട്ടോണ്ടോ അല്ലെങ്കിൽ ആ കയ്യിൽ ഉടുത്തോണ്ടോ അങ്ങനെ നമ്മൾ കടന്നു വന്നവരാരെങ്കിലും ഉണ്ടോ? ഉള്ള ഡ്രസ്സിൽ നല്ലത് അലക്കി തേച്ചുള്ളത് നല്ല വിശുദ്ധരായിട്ടാണ് ആരും, അല്ലേ? കാരണം എന്താ? ഇവിടെ കർത്താവ് ഉള്ള സ്ഥലമെന്നൊരു ബോധ്യം നമുക്കുണ്ട്, അല്ലേ? അത് 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്ന ഷാപ്പിന്റെ മധ്യത്തിൽ കർത്താവ് വരാമെന്ന് പറഞ്ഞിട്ടില്ല. ബിവറേജിന്റെ കൂടി നിൽക്കുക, അവിടെ കർത്താവ് വരുവോ? ഇല്ല. തിയേറ്ററിൽ 3-4 പേരല്ല, കൂടിക്കണക്കിന് ജനസമൂഹമുണ്ട്, അതിന്റെ മധ്യത്തിൽ കർത്താവ് വരുമോ? വരുത്തില്ല. പിന്നെയോ, വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുന്ന 2-3 പേര് മരത്തണലിലിരുന്നാലും ഞാൻ അവരുടെ മധ്യത്തിൽ ഇറങ്ങി വരും. നിന്റെ സങ്കടങ്ങൾ ഞാൻ ചെവിചായ്ച്ച് കേൾക്കും. അപ്പോൾ വിശുദ്ധിയോടെ ആയിരിക്കണം, അല്ലേ? വിശുദ്ധിയോടെ ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശുദ്ധരാകണം, പ്രമാണമനുസരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചർച്ചിൽ വന്നെന്ന് പറഞ്ഞുകൊണ്ടല്ല, നമ്മുടെ ഓരോ പ്രവൃത്തിയിലും കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കണം. നമ്മളെ നടത്തുന്നത് ആരായിരിക്കണം? പരിശുദ്ധാത്മാവായിരിക്കണം. വഴി ഇതിലേ എന്ന് വിളിച്ചു വേർതിരിച്ച് നീ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നീ പോകരുത്, അത് നിനക്കുള്ളിടമല്ല. ഇങ്ങോട്ട് നീ പോകരുത്, അവിടേക്ക് നോക്കരുതെന്ന് നമ്മളെ വഴി നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവായിരിക്കണം നമ്മളെ നടത്തേണ്ടത്. അങ്ങനെ നടത്തുന്നുവെങ്കിൽ നിനക്ക് ചില വെളിപ്പാടുകൾ, ദർശനങ്ങൾ തരും. പക്ഷെ അതോടുകൂടെ, ആ വെളിപ്പാടും ദർശനത്തോടും കൂടെ നിനക്ക് പോരാട്ടങ്ങളുണ്ട്. പക്ഷേ അത് കൃപയിൽ പൊതിഞ്ഞാ തരുന്നത്,
അത് സഹിക്കുവാൻ ഉള്ള കൃപയിൽ പൊതിഞ്ഞ കർത്താവ് തരുന്നത്. ഇങ്ങനെ ഈ വെളിപ്പാട് കൊടുത്ത പത്രോസ് എന്താ സംഭവിച്ചത്? നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, ചിലരെ പീഡിപ്പിക്കേണ്ടതിന്. സഭയിൽ ഒരുപാട് പേരുണ്ട് അല്ലേ? ഈ സഭയിലുള്ളവർക്ക് ഒരാൾക്കുള്ള കഷ്ടതയല്ല അടുത്താക്ക്. ചിലർ സഭയിൽ ഒരുപാട് പേരുണ്ട്, പക്ഷെ ചിലരെ പീഡിപ്പിക്കേണ്ടതിന്. കാരണം കൃപയുള്ളവനെ, വെളിപ്പാടുള്ളവനെ പീഡിപ്പിക്കുവാൻ അല്ലേ? അതിൽ പത്രോസ് ഉണ്ട്. പത്രോസിനെ ഇവിടെ എന്താ പറയുന്നത്? ചിലരെ പീഡിപ്പിച്ചു. അപ്പൊ മറ്റുള്ളവർക്കില്ലാത്ത പീഡനം, മറ്റുള്ളവർക്കില്ലാത്ത പ്രതികൂലം നിനക്കുണ്ടെങ്കിൽ നീ ഒന്ന് വിചാരിച്ചോണം. എന്താണ്? നിന്റെ മേലൊരു അഭിഷേകമുണ്ട്, നിന്റെ മേലൊരു കൃപയുണ്ട്. മറ്റുള്ളവർക്കില്ലാത്ത ഒരു കൃപ നിന്റെ മേലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ, ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടുമെന്നും ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിക്കുമെന്നുമുള്ള അധികാരം കൊടുത്തവനോടാ ശത്രു പോരാടുന്നത്. അങ്ങനെയുള്ളവനെയാ പിടിച്ചു കെട്ടിയിരിക്കുന്നത്. നാം ഒന്ന് മനസ്സിലാക്കണം. നാം പലപ്പോഴും പറയും, അയ്യോ പിന്നെ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ പ്രമാണം അനുസരിക്കാൻ തുടങ്ങിയപ്പോഴാണ്, കർത്താവിന് വേണ്ടി ചിലതും പലതും ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊടുന്നതെല്ലാം പ്രശ്നങ്ങളാണ്. പക്ഷെ ആ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ നിനക്കൊരു കൃപ പൊതിഞ്ഞു തന്നിട്ടുണ്ട്, മറ്റുള്ളവർക്കുള്ളതല്ല. കാരണം ഒരിക്കൽ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, സാത്താൻ നിന്നെ പാറ്റുവാൻ പല പ്രാവശ്യം ചോദിച്ചു, ഞാൻ കൊടുത്തില്ല, കാരണം നിന്റെ വിശ്വാസം പോയി പോകുമെന്നറിയാം. എന്നാൽ ഇയ്യോബിനെ കൊടുത്ത് എന്താ? അവൻ നിലനിൽക്കുമെന്നറിയാം. നമുക്ക് സഹിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമേ കർത്താവ് നമുക്ക് തരുത്തുള്ളൂ. അത് സഹിക്കുവാനുള്ള കൃപ നമുക്ക് നൽകും. അപ്പോൾ അങ്ങനെ ഈ ഫലമുള്ളതിനെ, ഈ പത്രോസിനെ ശത്രു പിടിച്ച് എവിടെയാക്കുന്നു? കാരാഗ്രഹത്തിലാക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫലമുള്ളതിനോട് നോട്ടമുണ്ട്. നമ്മൾ മോശയെ ഒന്ന് നോക്കിക്കേ. ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവ് കണ്ട വ്യക്തിയാ. ഉദരത്തിലിരിക്കുമ്പോൾ തന്നെ ഒരു നിയമം വരികയാ. എന്താ? സൂതികർമ്മിണികളോട് പറയുക, ഇസ്രായേൽ മിസ്രൈമിലുണ്ടായിരിക്കുന്ന സൂതികർമ്മിണികളോട്, ഷിപ്പ എന്നും പുവ എന്നും പേരുള്ള ഈ സൂതികർമ്മിണികളോട് ഫറവോ പറയുക, എബ്രായ സ്ത്രീകൾ ആര് പ്രസവിച്ചാലും ആൺകുഞ്ഞാണെ കൊന്നു കളഞ്ഞേക്കണമെന്ന്. എന്നാൽ ഇവർ ദൈവത്തെ ഭയപ്പെട്ടു. എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ കൊല്ലാതെ ഇരിക്കുമ്പോൾ രാജാവ് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവരെ കൊല്ലാത്തത്? ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ എബ്രായ സ്ത്രീകൾ തിറമുള്ളവരാ. നമ്മെ നോക്കി ചിലർ പറയണം, എന്നെ നിങ്ങളെ നോക്കി ചിലർ പറയണം, ഓ വേർപെട്ട് ആരാധിക്കുന്നവർ തിറവുള്ളവരാന്ന് പറയണം. അതിനുള്ള കൃപ നമ്മൾ ഏറ്റെടുക്കണം. പ്രതികൂലത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ നമ്മൾ ശക്തി ഏറ്റെടുക്കണം. ചിലതും പലതും വരുമ്പോൾ ജാതികയെ പോലെ തളർന്നു പോകാനുള്ളവരല്ല നമ്മൾ, ഏറ്റെടുക്കുവാൻ തയ്യാറാകണം നമ്മൾ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം മോശ എന്തെടുത്തു? പിന്നെയും 3 മാസം ഒളിപ്പിച്ചു വെച്ച്. നമുക്കറിയാം, നമുക്ക് അമ്മമാർക്കൊക്കെ അറിയാം, 3 മാസം കഴിയുമ്പം അലറി വിളിക്കുക കിടന്ന്. വായ അടച്ചു പിടിച്ചുകൊണ്ടാ മോശ പിന്നെ വിക്കനായി പോയതെന്നൊക്കെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ എന്നിട്ട് വീണ്ടും 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഞാങ്ങണപ്പെട്ടയൊക്കെ ഉണ്ടാക്കി, കീലും പശയൊക്കെ തേച്ച് ഞാങ്ങണയുടെ ഇടയിലും, അതായത് വന്യമൃഗങ്ങളൊക്കെ ഇടജന്തുക്കളും ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചു. എന്നിട്ട് സഹോദരി, എളുപ്പം പറയുകയാണ്, സഹോദരി ദൂരെ മാറി നിന്ന് നോക്കുകയാ. എന്താ? തൻ്റെ സഹോദരൻ എന്ത് സംഭവിക്കുമെന്നറിയാൻ. അമ്മ വീട്ടിൽ ഇരുന്ന് കരയുക. ഒരു പെറ്റമ്മയ്ക്കറിയാം, അമ്മ വീട്ടിൽ ഇരുന്ന് കരയുക. ആരെയായി കൊണ്ടുപോകുന്നത്? വാഗ്ദത്തമുള്ളവനെയാ കർത്താവ് തിരഞ്ഞെടുത്തതിനെയാ ശത്രു കൊണ്ടുപോകുന്നത്. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം, അവിടെ രാജകൊട്ടാരത്തില് ഒന്നാന്തര സ്വിമ്മിംഗ് പൂളുണ്ട്. അന്ന് രാജകുമാരിക്ക് അവിടെ കുളിക്കണ്ട. അന്ന് ആ സ്വിമ്മിംഗ് പൂളിൽ അന്ന് കുളിക്കണ്ട. അന്ന് നദി വരണം കുളിക്കാൻ. അന്ന് നദിയിലേക്ക് വരിക. തോഴിമാരുമായിട്ട് നദി വന്നപ്പോൾ ഉണ്ട്, ദൂരെ ഒരു ഞാങ്ങണപ്പെട്ടി ഇരിക്കുന്നു. തോഴിമാരോട് പറഞ്ഞ് അതിങ്ങ് എടുത്തോണ്ട് വരാൻ. വന്ന് തുറന്ന് നോക്കിയപ്പോൾ സുന്ദരനായിരിക്കുന്ന ഒരു മകൻ. ആ സൗന്ദര്യം അവളെ അങ്ങ് വീഴിച്ചു. നമ്മൾ ഓരോരുത്തരും നമുക്ക് മനസ്സിലാക്കണം, നമുക്ക് ചില കഴിവുകൾ തന്നിട്ടുണ്ട്. 1-2 സഹോദരങ്ങൾ എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് കാരണം പാടാനുള്ള കഴിവ്, ടാലന്റ് തന്നത്, അത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അത് പ്രയോജനപ്പെടുത്താനാ.
സൗന്ദര്യം തന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് നടക്കാനല്ല, നമ്മുടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ. ഞാൻ എളുപ്പം ഒരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ അച്ചായന്മാരും പാസ്റ്റർമാരും ഒക്കെ ട്രാക്റ്റുമായിട്ട് ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ മിക്കവരും മേടിക്കത്തില്ല, വേണ്ടാന്ന് പറയും. പക്ഷെ നമ്മളൊന്ന് ചിരിച്ചോണ്ട് ചെന്നേ, അത്ര കഠിന ഹൃദയമുള്ളവർ വാങ്ങിക്കും. ആ ചിരി, സ്ത്രീകളുടെ ചിരി, അത് നമ്മൾ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തണം. മറ്റുള്ളവർക്ക് മുമ്പിലല്ല പ്രയോജനപ്പെടുത്തേണ്ടത്, എൻ്റെ കർത്താവിന് വേണ്ടി അത് പ്രയോജനപ്പെടുത്തണം. ഞാൻ ഇന്ന് വരെ ആർക്ക് ട്രാക്റ്റ് കൊടുത്താലും ഒരു 98% വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ചിരിച്ചോണ്ടെങ്കിലും എന്നിട്ട് എന്ന് 2 കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കും. കാരണം എന്താന്ന് പറയട്ടെ, എന്തുകൊണ്ട് വിശേഷം, എന്തോ ഇവിടെ ബിസിനസ്സാണ്, എന്തോ ഉണ്ട്. പിന്നെ പോരാൻ നേരം പറയും ഞാൻ അടുത്ത ആഴ്ച വരും കേട്ടോ. അതിനെന്താ വന്നേച്ചു പോകും. അപ്പോൾ അടുത്ത ആഴ്ച വരാനുള്ളൊരു സ്വാതന്ത്ര്യവും കൂടായി ഇല്ലേ. പിന്നെ അവിടെ നിന്ന് പറയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പ്രതികൂലമായിട്ട് പറയും, ആ കൊച്ചു അവിടെ ഇന്നുകൊണ്ട് 2 വാക്ക് പറഞ്ഞിട്ട് പോട്ടെ, നിനക്ക് എന്താ വേണം ഇല്ലേ. നമുക്ക് കൂട്ടിനൊരാളൂടെ ആയില്ലേ. അപ്പോൾ ഈ കുഞ്ഞിന് കൊടുത്ത സൗന്ദര്യം കൊണ്ട് എന്തോ സംഭവിച്ചു, ആ രാജകുമാരിക്ക് അതിൽ ആകൃഷ്ടയായിരിക്കുക. അപ്പോൾ നമുക്ക് തരുന്ന ബുദ്ധിയ ജ്ഞാനം, സൗന്ദര്യം, ഇതൊക്കെ നമ്മൾ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നവരായിരിക്കണം. അതാണിവിടെ ദൈവാത്മാവ് നമ്മളോട് ഇന്ന് പ്രഭാതത്തിൽ പറയുന്നത്. അങ്ങനെ ഈ സൗന്ദര്യം ഇവളെ വല്ലാതെ അങ്ങ് ആകർഷിച്ചു. അതുകൊണ്ട് അവൾ അവനെ, ആ കുഞ്ഞിനെയും കൊണ്ട് എടുത്തു കഴിഞ്ഞ ശേഷം പറഞ്ഞു, ഇന്നത്തെ എൻ്റെ കുട്ടി ഞാനും സിർലാക്കും ഒന്നും ഇല്ല, അല്ലെങ്കിൽ അത് കൊടുത്ത് വളർത്തായിരുന്നു. അതുകൊണ്ട് എന്തോ ചെയ്തു, പെട്ടെന്ന് ഈ സമയം നോക്കി, തക്ക സമയം. അതുകൊണ്ടാണ് നമ്മൾ തക്ക സമയം ഉപയോഗിക്കണം. എവിടെയാ ട്രാക്റ്റ് കൊടുക്കേണ്ടത്, എവിടെയാ സാക്ഷ്യം പറയേണ്ടത്, തക്ക സമയം നമ്മൾ ഉപയോഗിച്ചോണം. ഓടി വന്ന് മിരിയാം തക്ക സമയത്ത് ഓടി വന്നിട്ട് പറയുന്നത് എന്താ പറഞ്ഞത്, ഇത് എബ്രായ കുഞ്ഞാ, ഇതിന് എബ്രായ ഒരു സ്ത്രീയെ ഞാനൊരു അമ്മയെ വിളിച്ചോണ്ട് വരാം എന്നും പറഞ്ഞ് സ്വന്തം അമ്മയെ വിളിച്ചോണ്ട് വരിക. അപ്പോൾ ഈ രാജകുമാരി പറഞ്ഞു, ഇതിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്ത്, ഞാനിവന് ശമ്പളം തരാം. വാഗ്ദത്തമുള്ളവനെ കർത്താവ് കരുതി വെക്കുക. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന മാതാക്കളെ, സഹോദരിയെ, പിതാവേ, കുഞ്ഞെ, നിന്റെ കുഞ്ഞിന് വേണ്ടി നീ ഭാരപ്പെടണ്ട. നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ ഒന്നും കരുതണ്ടാമേ. നീ യഥാർത്ഥ ഒരു ദൈവ വൈതലെങ്കില്, നീ കർത്താവിന്റെ നിയമനത്തിലുണ്ടെങ്കിൽ കർത്താവ് നിനക്കായി, നിന്റെ തലമുറയ്ക്കായി കരുതുന്ന ദൈവമാ. നമുക്കിതല്ല. ഇന്നാണെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആദ്യമേ എന്തോ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിടുക കുഞ്ഞിന്. അത് കഴിഞ്ഞിട്ടാണ് കല്യാണത്തിൻ്റെ ഡേറ്റ് നിശ്ചയിക്കുന്നത്. കാരണം നല്ല സ്കൂളിൽ അഡ്മിഷൻ വേണമെങ്കിലേ പിന്നെ ഇത്ര വർഷം, 2 വർഷം ഞങ്ങളുടെ പീരീഡാണ്. അത് കഴിയുമ്പോൾ ഒരു കുഞ്ഞുണ്ടായി, കുഞ്ഞിന് 5 വയസ്സായി, പിന്നെ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് 6-7 വർഷം പിന്നെ അഡ്മിഷൻ കിട്ടത്തില്ല. നേരത്തെ എടുത്തിടുക ഇല്ലേ. അല്ലേ ഒരു പെൺകുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഉടനെ ഫിക്സഡ് ഇടുക കല്യാണം കഴിപ്പിക്കാൻ. എന്നാൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കുഞ്ഞെ, ഒരു കാര്യം നീ ചിന്തിക്കണം. നീ ഒരു വാഗ്ദത്തത ഉള്ളതാണോ, നിന്റെ തലമുറയ്ക്ക് വാഗ്ദത്തമുണ്ടോ? മുറുകെ പിടിച്ചെന്ന് പ്രാർത്ഥിച്ചേ. വാഗ്ദത്തമുള്ളതിനെ തകർക്കുവാൻ അതിനുവേണ്ടി നീ കരുതേണ്ട ആവശ്യമില്ല. കരുതുന്ന ഒരുവനുണ്ട്. അബ്രഹാം തന്റെ തലമുറയുമായി കടന്നുപോയപ്പോൾ ഇസ്ഹാക്ക് ചോദിക്കുക, അപ്പാ, കത്തിയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? യഹോവ ഇരേ. കർത്താവ് കരുതുന്ന ദൈവമാ. അതുകൊണ്ട് നീ നിന്റെ തലമുറയെ കൊണ്ടോ നാളെ എന്താകും, ഉന്നത വിദ്യാഭ്യാസത്തിന് എൻ്റെ കയ്യിൽ സാമ്പത്തികമില്ല, എൻ്റെ കുഞ്ഞ് പ്രായമാവും, നമ്മളെ വിവാഹം കഴിക്കാൻ സമ്പത്തില്ല, അല്ലെ എൻ്റെ കുഞ്ഞിനൊരു തലമുറയില്ല, നീ ഭാരപ്പെടണ്ട. കരുതുന്ന ഒരു ദൈവമുണ്ട്. നീ പ്രമാണപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ, കൽപ്പന പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ കരുതുന്ന ഒരു ദൈവമാ. അതുകൊണ്ട് വേണ്ടതെല്ലാം കരുതുക. അങ്ങനെ വളർന്നു. നമുക്കറിയാം, ചരിത്രങ്ങളൊക്കെ അറിയാം. അത് കഴിഞ്ഞ ശേഷം തിരിച്ച് മിസ്രൈമിലേക്ക് കടന്നു വരിക. ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കാൻ കടന്നു വരുമ്പോൾ, അങ്ങനെ അവരെയും കൊണ്ട് വരുമ്പോൾ ഫറവോന്റെ അടുക്കൽ ചെന്ന് ജനത്തെ ആരാധിക്കാൻ വേണ്ടി വിട്ടുതരാൻ പല പ്രാവശ്യം പറഞ്ഞു. എന്നാൽ വിട്ടുതരാതിരുന്നപ്പോൾ എന്താ കർത്താവ് പറയുന്നത്, നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ആ നദിയിലെ വെള്ളത്തിലൊന്ന് അടിക്കുക. അത് അടിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു, വെള്ളം രക്തമായി മാറി. വാഗ്ദത്തമുള്ള സന്തതിയെ എവിടെ എറിഞ്ഞു കൊല്ലുവാൻ, എവിടെ മുക്കിക്കളയുവാൻ ശത്രു പദ്ധതി ഒരുക്കിയോ, ആ വെള്ളം കുടിപ്പിക്കാതെ നിന്നെ കഷ്ടപ്പെടുത്തുന്ന ദൈവമാ. അതുകൊണ്ടാ കർത്താവ് പറയുന്നത്, എൻ്റെ കൃഷ്ണമണിയെ തൊടുന്ന, എൻ്റെ ഭക്തനെ തൊടുന്നവനെ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുക.
പ്രതികാരം നിനക്കുള്ളതല്ല, യഹോവയ്ക്കുള്ളതാ. അതുകൊണ്ട് നീയാ ഒരു ശത്രുവിൻ്റെ മുമ്പിൽ നീയാ പകരം നിന്റെ കഴിവ് സാമർഥ്യവും പ്രകടിപ്പിക്കണ്ട. നീ മുഴങ്കാലിരുന്ന് ദൈവവുമായിട്ട് ഉപവാസത്താലും പ്രാർത്ഥനയാലും ഇരിക്കുന്നുവെങ്കിൽ ഗത്സമനയിലെ കർത്താവിനെ പിടികൂടാമെന്ന ശത്രുക്കൾ അടിയറവ് പറഞ്ഞതുപോലെ നിന്റെ മുമ്പിൽ നിന്റെ ശത്രു അടിയറവ് പറയും. അതുപോലെ തന്നെ നമുക്കറിയാം, അതിനുശേഷം അവരുടെ നദിയിൽ മാത്രമല്ല പുഴയിലും കുളത്തിലുമെല്ലാം അയ്യോ വീട്ടിൽ കോരി വെച്ചിരിക്കുന്ന പാത്രത്തിൽ കൂടെ വെള്ളം കുടിക്കാൻ പറ്റുമോ, രക്തമായി മാറുകയാ ഇല്ലേ, അങ്ങനെ ഒരവസ്ഥ. അത് കഴിഞ്ഞ ശേഷം പിന്നീട് എന്തുവാ, അവസാന സംഹാരകൻ ഒക്കെ കടന്നു വന്നു, മനസ്സൊന്നലിഞ്ഞു. ഇവരെ പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ചെങ്കടലിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഭയന്നു മോശ നോക്കിയപ്പോൾ മുന്നിൽ ചെങ്കടല, പിറകിൽ ശത്രു സൈന്യമാ, മുന്നോട്ട് പോകാൻ വഴിയില്ല. എന്താ കർത്താവിനെ നോക്കി നിലവിളിച്ചപ്പോൾ കർത്താവ് എന്താ പറയുന്നത്, നീ നിലവിളിക്കുന്നത് എന്തിനു, മുന്നോട്ട് പോയിക്കോ. ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് എന്നെ കേൾക്കുന്ന സഭയോട് പറയുക, നീ പലതും ചിലതും പുറകിലും മുമ്പിലും കണ്ട് ഭാരപ്പെടുന്നുവെങ്കിൽ നീ മുൻപോട്ട് പോകുവാൻ നിനക്കൊരു സഭയില്ലയോ, അത് പണിയുന്നത് ദൈവമാ. സഭയില്ലാതെ ഭാരപ്പെടുന്ന ഈ ദൈവജനത്തോട് ദൈവാത്മാവ് ദൂത് പറയുക, നീ മുന്നിൽ നോക്കുമ്പോൾ ചെങ്കടല ശൂന്യതയാ, പിമ്പിൽ നോക്കുമ്പോൾ സഹായിക്കാൻ ആരുമില്ല. എന്നാൽ നീ ഭാരപ്പെടണ്ട, മുന്നോട്ട് ചുവടുകളെ വയ്ക്കുന്നുവെങ്കിൽ നിന്നെ സഹായിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. ചെങ്കടലിനെ വിഭാഗിച്ച ദൈവം. അതായത് നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഇന്നലെ മഴ പെയ്തപ്പോൾ നല്ല മഴ പെയ്തവരുടെ വീടിന്റെ മുറ്റത്തോട്ടൊന്ന് ചവിട്ടിക്കുക, കാലെല്ലാം ചെളിയ അല്ലേ. എന്നാൽ ചെങ്കടലിന്റെ മധ്യത്തിൽ വെള്ളം വിഭാഗിച്ചപ്പോൾ ഇവരെ ഉണങ്ങിയ നിലത്തൂടെ പോയെ. അപ്പൊ അന്നേരം ഒന്നും പണിഞ്ഞതല്ലിതേ, ആ കോൺക്രീറ്റ് അന്നേരം പണിഞ്ഞതല്ല, നേരത്തെ പണിഞ്ഞിട്ടിട്ടാ വിളിച്ചത് അല്ലേ. സാറായിക്ക് ഇസഹാക്ക് ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പേ കോലാട്ടുകൊറ്റനെ ജനിപ്പിച്ചിട്ട. അപ്രകാരം നിന്റെ തലമുറ അല്ലെങ്കിൽ നീ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ മുന്നമേ കർത്താവ് കരുതി വെച്ചിട്ടാ നിന്നെ വിളിച്ചിറക്കിയത്. അതുകൊണ്ട് നീ ഭാരപ്പെടണ്ട ഒന്നിനും, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. ആ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. പക്ഷെ വിശ്വാസമൊക്കെ ഉണ്ട് പാസ്റ്ററെ, വിശ്വാസമൊക്കെ ഉണ്ട് സഹോദരി. പക്ഷേ നാളെ ഉണ്ടല്ലോ ബാങ്കിലെ ലോൺ നാളെ അടയ്ക്കേണ്ടതാണ്. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ദേശത്ത് വന്ന് നോക്കിയാൽ ഞാൻ സാക്ഷിയാണ്. തൻ്റെ ഇടത്തോടു കൂടി അതുകൊണ്ടാണ് പറയുന്നത്. ജാതികൾ തിങ്ങിപ്പാർക്കുന്ന ഇടപ്പാവൂർ ദേശത്ത് വന്ന് ഞങ്ങളെക്കുറിച്ച് തിരക്കിയാൽ സാക്ഷ്യമാണ്. നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടത് ചിലപ്പോൾ എൻ്റെ ഭർത്താവിനോട് വെളിയിൽ നിന്നുള്ള പാസ്റ്റർമാർ ചോദിച്ചപ്പോൾ അവൾ നല്ലതാന്ന് പറയും അല്ലേ. ഭവനത്തിലുള്ളവർ ആദ്യം ഭർത്താവാണ് പറയേണ്ടത്, പിന്നെ കുഞ്ഞുങ്ങൾ പറയണം, അല്ലെ ഭാര്യ പറയണം, പിന്നെ അയലത്തുകാർ പറയണം, ദേശം പറയണം, പിന്നെ നീ വെളിയിലോട്ട് പോയാൽ മതി. ഇത് നമ്മൾ ആദ്യമേ 2 വാക്ക് അന്യഭാഷ കിട്ടി അങ്ങ് വെളിയിൽ പോയി സാക്ഷ്യം പറയാതിരിക്കും. അതല്ല, നമ്മുടെ ഭവനത്തിലെ ദേശത്ത് നമ്മൾ സാക്ഷിയായിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ സാക്ഷ്യം നിർവഹിക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം നാം ചിന്തിക്കണം, നമ്മൾ പലപ്പോഴും പലതും ചിലതും കണ്ട് നമ്മൾ ഭാരപ്പെടും. അയ്യോ ഞാൻ എന്തായിത്തീരും, എനിക്കൊന്നുമില്ല. കാരണം ഞങ്ങൾ ആ ദേശത്തായിരിക്കുമ്പോൾ വലിയ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലൊക്കെ ഞങ്ങൾ ജീവിച്ചതാണ്. അവിടെ ഒന്ന് പാടാനും പ്രാർത്ഥിക്കാനും പോലും ഞങ്ങൾക്ക് സൗകര്യമില്ല. കാരണം അഞ്ജലി ഇപ്പോൾ കാനമച്ചന് അനിൽ കൊടിത്തോട്ടമൊക്കെ അന്ന് മുറ്റത്ത് കൺവെൻഷൻ വെച്ചപ്പോൾ ഫ്യൂസൊക്കെ ഊരി വരും. വല്ലാത്ത പ്രശ്നത്തിൻ്റെ മധ്യത്തിലായിരുന്നപ്പോൾ ആ ദേശത്തിൻ്റെ ഒരു സഭയുണ്ട്. വില കൊടുത്തെങ്കിലേ ചിലത് മേടിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ചൈനീസ് സാധനമേ കിട്ടത്തുള്ളൂ, അവിടുന്ന് ഓടിപ്പോകാം. അതുകൊണ്ട് അതാകണം, നമ്മൾ വില കൊടുക്കാൻ തയ്യാറാകണം. നമ്മൾ ദൈവത്തിനു വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മളെ അവിടെ ഉറപ്പിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ ആ ഞാൻ പാർക്കുന്ന ഭവനത്തിൽ ഞാൻ 5 പേര് താമസിച്ചിട്ട് വിറ്റിട്ട് ഇറങ്ങിപ്പോയ ദേശമാണ്. അവിടെ വന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ പറയും. പറയാൻ കാരണമെന്ത്, എൻ്റെ ഹസ്ബൻഡ് ഒരു തികഞ്ഞ മദ്യപാനത്തിലൊക്കെ ആയിരുന്നപ്പോൾ കയ്യിൽ പൈസയില്ല, വാടക വീട്ടിൽ കിടന്ന് വാടക കൊടുക്കാൻ പോലും സ്ഥലമില്ലാതെ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയും സ്വസ്ഥമായ ഒരു ഭവനം വേണമെന്നും പറഞ്ഞ് കരഞ്ഞു വിളിച്ച് ഉള്ള സ്വർണ്ണമൊക്കെ വിറ്റ് ഒരു ചെറിയൊരു കടക്കാടമൊക്കെ മേടിച്ചു. അപ്പോഴാരോടൊന്നും ചോദിച്ചില്ല. വന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, കിണറ്റിലോട്ട് മാത്രമേ നോക്കിയുള്ളൂ. ആൻറ്റി എൻ്റെ അയലത്തുകാരി ആയതുകൊണ്ട് ആൻറ്റിക്ക് അറിയാം, അവിടെയൊക്കെ വെള്ളം കിട്ടാത്ത സ്ഥലമാണ്, മലയുടെ മണ്ടയ്ക്കാണ്. വന്ന് നോക്കിയപ്പം
കിണറ്റിൽ വെള്ളമുണ്ട്. അപ്പം അത് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. അത് വന്ന്, കാരണം ഉള്ള പൈസയ്ക്കല്ലേ കിട്ടത്തുള്ളൂ. അന്ന് 4.25 ലക്ഷം രൂപയ്ക്ക് വിലയ്ക്ക് മേടിച്ച ആ ഭവനം ഇന്ന് കൊടുക്കാമെങ്കിൽ 2 കോടി അതിൽ കൂടുതൽ കിട്ടും. ദൈവം അനുഗ്രഹിച്ചോ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്നിട്ട് അത് വാങ്ങിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ കിണറ്റിൽ വെള്ളമില്ല. അതിലത്തേക്ക് ഞാൻ ഓടിച്ചെന്നു. അയ്യോ ആൻറ്റി, ഇത് ഞങ്ങളുടെ കിണറ്റിൽ വെള്ളമില്ല. ഇവിടെ ഉണ്ടോ? ഞങ്ങൾക്കും ഇല്ല വെള്ളം, ഈ ദേശത്തെങ്ങും വെള്ളമില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾ വിറ്റപ്പോഴോ? ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ ഇതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു. നിങ്ങൾ വാങ്ങിക്കാൻ നേരം ഞങ്ങളോട് ആരോടെങ്കിലും ചോദിച്ചോ? ഇല്ല. എന്നാലേ അവിടെ അങ്ങ് വെള്ളം കിട്ടത്തില്ല. പുള്ളിക്കാരൻ കന്നാസിനകത്ത് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നിങ്ങളെ മേടിപ്പിച്ചതാണ്. പുള്ളി വിലയ്ക്ക് മേടിച്ച് കന്നാസിനകത്ത് വെള്ളം കൊണ്ട് ഇതിനകത്തിൽ ഒഴിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് മേടിപ്പിച്ചതാണ്. എന്നിട്ട് ഞങ്ങൾ അന്ന് അപ്പുറം ഇപ്പുറം പോകാൻ പോലും വർത്താനം പറയാനായി സമ്മതിക്കാതെ ഞങ്ങളുടെ കൂടെ നടക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും എടുത്ത് നടക്കട്ടെന്നും പറഞ്ഞു. 5 പേര് നശിച്ച് വിറ്റിട്ട് ഇറങ്ങിപ്പോയ സ്ഥലം അങ്ങനെ വല്ലാത്ത പ്രതികൂലത്തിൻ്റെ മധ്യത്തിലായിക്കഴിഞ്ഞപ്പോൾ കടവും കടബാധ്യതയും നിൽക്കാൻ വയ്യാത്ത അവസ്ഥകൾ ഒരുപാടുണ്ട്. എൻ്റെ സാക്ഷ്യം കേട്ടാലുണ്ടല്ലോ, നമ്മൾ പറയും കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ലോകത്തിലെ സമുദ്രത്തിലെ വെള്ളം മഷിയായിട്ടും, അല്ലെങ്കിൽ നമ്മുടെ വൃക്ഷത്തിൻ്റെ തണ്ടുകൾ പേനയായിട്ടും ഇലകൾ പേപ്പറായിട്ടും എഴുതിയാൽ തീരത്തില്ലെന്ന് പറഞ്ഞ പോലെ എൻ്റെ സാക്ഷ്യം തീരത്തില്ല. അതുപോലെ എങ്കിലും ചുരുക്കമായിട്ടൊക്കെ പറയാം. കാരണം അങ്ങനെ അവിടെ താമസിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഹാഗാറിന് മരുഭൂമിയിൽ നീരുറവെ കൊടുത്ത ദൈവമെങ്കിലോ എനിക്കിവിടെ നീ വെള്ളം തരണം. ഞാൻ ജീവിക്കുന്ന ദൈവമെന്ന് ഈ ദേശം അറിയണം. ഞാൻ പ്രാർത്ഥിച്ചു ഉപവസിച്ച് കുഴൽക്കിണർ കുത്താനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അയലത്തുകാർ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ വല്ല കാശ് ഒരുപാടുണ്ടോ? ഞങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കൊന്നുമില്ല, പക്ഷേ എന്തോനാ നിങ്ങൾ? അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ കുടലടിച്ച് 750 അടി അടിച്ചിട്ട് ഇന്നും ഉണങ്ങിക്കിടക്കുക. ഞാൻ പറഞ്ഞു, ദൈവാത്മാവ് എന്നോട് പറഞ്ഞിട്ട് അടിക്കുക. എന്നാൽ ദൈവാത്മാവ് പറഞ്ഞ് ചുറ്റും സാമുദായിക സഭ ആയതുകൊണ്ട് അടിച്ചോളാൻ പറഞ്ഞു. അവിടെ അടിച്ചു. എന്നോട് കുഴൽക്കിണർ കുത്താൻ വന്നവർ പറഞ്ഞു, ആശാരി സ്ഥാനം കണ്ടോ? ഞാൻ പറഞ്ഞു, വലിയ ആശാരി ഇന്നലെ വന്ന് സ്ഥാനം കണ്ടോ, അവിടെ കുത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ രാത്രി ഇരുന്ന് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിച്ചു, കർത്താവെ എവിടെയാ കുത്തേണ്ടത്? സ്ഥലം കാണിച്ചു തന്നു. അവിടെ കൊണ്ടുവന്ന് കുത്തി. ഇന്ന് അതുപോലെ പലയിടത്തും കിണർ കുത്താൻ പോകുന്നുണ്ട് കേട്ടോ. എന്നും പറഞ്ഞ് എന്നെ കിണർ കുത്തിക്കാരിയായിട്ട് വിളിക്കരുത്. ഞങ്ങളുടെ അയലത്തൊക്കെ ചില അമ്മമാരുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അവരുടെയൊക്കെ വീട്ടിൽ. അവർ സാക്ഷ്യം പറയുന്നുമുണ്ട്. ഞങ്ങളുടെ ചർച്ച പലപ്പോഴും ഒക്കെ വന്ന സാക്ഷ്യമൊക്കെ കേൾക്കാം. അപ്പം അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചു. വെള്ളം വന്നു. ഇവിടെ 125 അടി മാത്രം അടിച്ചപ്പോൾ വെള്ളം വന്നു. ഇന്നും ദൈവകൃപയാൽ ഞങ്ങൾക്ക് വെള്ളമുണ്ട്. അതിലുപരിയായിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം, അതിനു മുമ്പായിട്ട് ഞാൻ ചെയ്തത്, കാരണം മുഴുത്ത മാനസാന്തരം 3 മാസം എന്ന് പറയുന്നത് നമ്മൾ വിശ്വാസത്തിൽ വരുമ്പോൾ ഇങ്ങനെ അങ്ങ് നിൽക്കുക, പമ്പ് പോലെ ഇങ്ങനെ നിൽക്കുക നമ്മളല്ലേ. ആദ്യമായിട്ട് വിശ്വാസത്തിൽ വന്നപ്പോൾ രാത്രിയിലും രാത്രിയിലും ഒക്കെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പിള്ളേരെ കൂടെ ഉറക്കത്തില്ല, പിടിച്ചെടുത്തുകൊണ്ട് വന്ന കിണറ്റിലൊക്കെ കൈവച്ചൊക്കെ പ്രാർത്ഥിക്കും. ഹാഗാറിന് മരുഭൂമിയിൽ വെള്ളം കൊടുത്ത ദൈവം ഇവിടെയും വെള്ളം തരണം. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഈ കുഴൽക്കിണർ അടിച്ച് പിറ്റേ ദിവസം യാദൃച്ഛമായിട്ട് കിണറ്റിച്ച് നോക്കിയപ്പോൾ അവിടെയും വെള്ളമുണ്ട്. ഓരോരുത്തരോട് ചോദിച്ചപ്പോൾ പറയുവാ, കിണർ അവിടെ കുത്തിയപ്പോൾ ഷേക്ക് വന്ന് ഇവിടെ വെള്ളം. ഷേക്കായാലും എന്തായാലും വെള്ളം വന്നോ? പ്രാർത്ഥിച്ചെടുത്ത് വെള്ളം വന്നോ? ഇവിടെയും വന്നോ വെള്ളം? നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ നിനക്ക് മരുഭൂമിയിൽ വഴി തുറക്കുന്ന ദൈവമാ. ഞാൻ സാക്ഷിയാ അതിന്. ഒരു കിടക്കാടമില്ലാതെ ഞാൻ ഭാരപ്പെട്ടപ്പോൾ എൻ്റെ ദൈവത്തോട് പറഞ്ഞ്, ഞാൻ ദൈവത്തെ സേവിച്ചതാപ്പാ, എനിക്ക് ഭവനം തരണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം, അനുഗ്രഹിക്കപ്പെട്ട ഒരു അപ്സ്റ്റെയർ, നല്ലൊരു ബിൽഡിംഗ് എനിക്ക് തന്നു. ആ സമയത്ത് ഞാൻ വിശ്വാസത്തിലായി എൻ്റെ ഭവനവുമായിട്ട് 13 വർഷം മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞ് സ്പൂണ് തരാൻ പോലും ആരുമില്ല. ഞാൻ പറഞ്ഞു, കർത്താവെ, ഇതിനകത്തുള്ളൊരു സാധനം മേടിച്ചിടാൻ ഞാൻ എന്തോ ചെയ്യും? കർത്താവ് പറഞ്ഞു, ഭവനം തരാൻ ശക്തനായവനത് നിറയ്ക്കാനും ശക്തനാ. എന്നെ ആ സമയത്തേക്ക് ദുബൈയിലേക്കൊന്ന് വിട്ടു. ഞാൻ കാർഗോയിലാണ് സാധനം അയച്ചത്. കർത്താവ് ശക്തനാണോ? ഞാൻ സാക്ഷിയാ. എൻ്റെ ഭവനത്തിലേക്ക് വാ, കാണിക്കാം. ഞാൻ സാക്ഷിയാ. അന്ന് ജോലിക്കൊക്കെ പോയപ്പോഴേ എൻ്റെ സഹോദരന്മാരോടൊക്കെ പറയാം, നിങ്ങളും അതുപോലൊക്കെ ഒന്ന് ചെയ്തേ, നിറയ്ക്കാം. ഒരു കാലത്ത് എവിടെയെങ്കിലും പോയെന്നൊക്കെ സാക്ഷ്യം പറയാം. കാരണം ഞാൻ ആ സമയത്തൊക്കെ പോകുമ്പോൾ, അന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ഭർത്താവ് ഇതുപോലെ സാമുദായിക സഭയിൽ തന്നെ ഉറച്ചു നിൽക്കുക. അപ്പോൾ പാസ്റ്റർമാർ വരുമ്പോൾ ഭയങ്കര പേടിയാണ് എനിക്ക്. അവരെ വല്ല തെറി, കാരണം അല്പം മദ്യപിച്ചിരിക്കുവാണെങ്കിൽ സ്വഭാവം മോശമല്ലേ, അതുകൊണ്ട് ചിലപ്പം എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ ഇതുവഴി പാസ്റ്റർമാർ കടന്നു വന്നാൽ ഞാൻ അതുവഴി ഇറക്കി വിടും. അങ്ങനെ ഒരുപാട് ഭാരവും പ്രയാസവും ഒക്കെ ഞാൻ അനുഭവിച്ചു.
എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ ദൈവദാസന്മാരൊക്കെ വരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനിയും അവർ കൊണ്ട് നിനക്ക് ചെലവിന് തരുമെന്ന് പറഞ്ഞു. ഞാൻ തരത്തില്ല, ഇല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് സാമുദായിക സഭയിൽ പോകണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞ സത്യം ഞാൻ പിന്മാറത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നിന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവെ ഇനിയും അദ്ദേഹം എനിക്ക് ഒരു കാര്യവും സാധിച്ചു തരത്തില്ല, അതുകൊണ്ട് നീ എനിക്കൊരു ചെറിയ ജോലി തരണം. അങ്ങനെ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി എനിക്ക് തന്നു. ആ ജോലിയിൽ ഞാൻ വിദേശത്തൊക്കെ കടന്നു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴും അനേക ദൈവദാസന്മാർക്ക് വാഹനമൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക്. ഇന്ന് എൻ്റെ വീട്ടിലോട്ട് വന്ന് നോക്കിയാൽ ചിലർ ചോദിക്കും ഷോറൂമാണോ ചോദിക്കും. ഞാൻ വലിപ്പം പറയവല്ല, നിങ്ങളും ഇതുപോലെ ചെയ്താൽ ഈ ദൈവദാസൻ വണ്ടിയൊക്കെ മേടിച്ചു കൊടുത്താലേ അല്ല അപ്പുറത്തെ വണ്ടി കിട്ടും. കാരണം ഇന്നോവയുണ്ട്, സ്കോഡായുണ്ട്, ചുറ്റും വണ്ടിയാണ്, വീടിന് ചുറ്റും വണ്ടിയാണ്, 2 സ്കൂട്ടർ ചുറ്റും വണ്ടിയാണ്. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ വണ്ടിയാണ്. കർത്താവ് തന്നതാ ഇതെല്ലാം. എൻ്റെ സാമർഥ്യം കൊണ്ടുണ്ടാക്കിയതല്ല, ഞങ്ങളുടെ കഴിവ് കൊണ്ടുണ്ടാക്കിയതല്ല, എല്ലാം കർത്താവ് തന്നു. ഇന്ന് കാര്യം പറയാം, നശിച്ചിറങ്ങിപ്പോയെന്ന് പറഞ്ഞിടത്ത്, 5 പേര് നശിച്ചിറങ്ങിപ്പോയെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് കോടഞ്ചേരിയും അതിനിപ്പുറം മുതൽ വന്ന് ചോദിച്ചാൽ ഞങ്ങളെക്കുറിച്ചറിയാം. എന്തുകൊണ്ട്? പ്രമാണപ്രകാരം ജീവിക്കുന്നു. സകലരും വിട്ടുപോയ സ്ഥാനത്ത് ഇവരെ കൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനമില്ല. നിന്നയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ സ്ഥലത്ത് എന്നെ ചേർത്ത് നിർത്തിയ ഒരു ദൈവം, ആ മാറോട് ഞാൻ ചാരി, ആ ഹൃദയ സ്പന്ദനം ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ചില വെളിപ്പാടുകൾ എനിക്ക് തന്നു. അതും പ്രകാരം ഓടാൻ തുടങ്ങി. ദൈവം ഇന്ന് എന്നെ അനുഗ്രഹിച്ചു. ഇപ്രകാരം പ്രതികൂലങ്ങൾ ഞാൻ ഒരുപാട് അനുഭവിച്ചു, ഒരുപാട്. ഇവിടെ വന്ന സഹോദരിയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അനുഭവിച്ചെൻ്റെ 4 നിങ്ങളാരും അനുഭവിച്ച് കാണത്തില്ലെന്ന്. അതുപോലെ ഞാൻ അനുഭവിച്ചു. സഹായിക്കാൻ ആരുമില്ല, മാതാപിതാക്കളില്ല, സഹോദരങ്ങളില്ല, ഭർത്താവില്ല, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒറ്റപ്പെടുത്തി. അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നിന്നയും ദുഷിയും പരിഹാസത്തിൻ്റെ മധ്യത്തിലാണ് എൻ്റെ കർത്താവിനെ ഞാൻ ഉയർത്താൻ തുടങ്ങിയപ്പോൾ ഇന്ന് ഞാൻ പറയും, എൻ്റെ അച്ചായൻ വലിയ ബിസിനസ്സുകാരാണെങ്കിൽ അച്ചായൻ പറയും, പിന്നെ മുഖ്യമന്ത്രിയെ പോലെ ഞാൻ സമയം നോക്കി വേണം നിന്നെ ഒന്ന് വിളിക്കാൻ, എപ്പോഴും ഫോണ്. പിന്നെ വീട്ടിലുണ്ടോ, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചിട്ട് വേണം, കാരണം ബിസിയാണ്. അതുപോലെ എവിടെയെങ്കിലും പോയാൽ എന്ന് വരും, എന്നത്തേക്കാ ടിക്കറ്റ്. അച്ചായൻ പറയും ഭയങ്കര ബിസിയാണ്. കാരണം ശരിയാ, അച്ചാനെ ഞാനിവിടെ ഒന്നിച്ചു പോയാൽ അച്ചാനെ അറിയും, വലിയ ബിസിനസ്സുകാരനായ അച്ചാനെ അറിയുന്നതിനേക്കാൾ കൂടുതൽ എന്നെ അറിയും. കാരണം എന്തോ, ഞാൻ കർത്താവിൻ്റെ ദാസിയ, കർത്താവിന് വേണ്ടി ഓടുന്നതാ, ഇത് ചുമക്കുന്നതാ. ഇത് ചുമന്നവരെ ആരും നിന്ദിക്കപ്പെടുത്തിയിട്ടില്ല, ഈ ലോകം പരിഹസിച്ചിട്ടില്ല. ലോകം നിനക്ക് പരിഹാസം എന്നുമായിരിക്കാം, പക്ഷേ കർത്താവ് പറയുന്നത് എന്താ? എന്നെ ഉയർത്തിയാൽ ഞാൻ നിന്നെ ഉയർത്താമെന്ന്. നാം സ്വയം ഉയരണ്ട, കർത്താവ് നമ്മളെ ഉയർത്താൻ ശക്തനാ. അങ്ങനെ പകരം നൽകി. കാരണം മോശയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ മോശെ ചെങ്കടലില്, കാരണം നൈൽ നദിയിൽ മൂക്കിക്കളയുവാൻ നോക്കിയ മോശ ഇന്ന് ശത്രു സൈന്യം എവിടെ കിടക്കുകയാ? നൈൽ നദിയിൽ കിടക്കുകയാ. ആ കുഞ്ഞിനെ മുക്കി വെള്ളം കുടിച്ച് മുക്കിക്കൊല്ലാൻ ആഗ്രഹിച്ച ശത്രുവിനെ ആ ത്രാസ് കൊണ്ട് തന്നെ അതുപോലെ കൊല്ലുവാനായിട്ട് തുടങ്ങി, അല്ലേ? കാരണം ചിറ പോലെ മുകളിലേക്ക് വെള്ളം ഉയർന്നു നിന്നു. അതിവരുടെ മുകളിലേക്ക് ഐസായി വീഴുകയാ. പിന്നെ അല്ലെങ്കിലുണ്ടല്ലോ, അങ്ങനെ വീണില്ലെങ്കിൽ എന്തോ സംഭവിക്കുന്നവരട്ടെ, നൈൽ നദിയുടെ അടുത്ത് ജീവിക്കുന്നവരാ, നീന്തലൊക്കെ അറിയാം, നീന്തി കുറച്ചൊക്കെ അകത്ത് കയറും. വേണ്ടാന്ന് കർത്താവ് വിചാരിച്ചു, ഒരെണ്ണം പോലും കയറരുത്. അതുകൊണ്ട് ഉയർന്നു നിന്ന മല പോലെ ഉയർന്നു നിന്ന ഭിത്തി പോലെ ഉയർന്നു നിന്ന വെള്ളം ഇവരുടെ മേലേക്ക് വീഴുകയാ. അങ്ങനെ ശത്രുവിനെ മുച്ചോട് മുടിച്ചു കളയുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, നമ്മൾ ശത്രുവിൻ്റെ നേരെ ഉരയ്ക്കാതെ അവർക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മൾ മുഴങ്കാൽ മടക്കുമ്പോൾ ശത്രു നിന്റെ മുമ്പിൽ താളടിയായി തീരുന്നതായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിലെല്ലാം വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് എളുപ്പം ഞാൻ പറഞ്ഞു പോകുകയാണ്. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ശൂശൻ പട്ടണം കലങ്ങി. എന്തുകൊണ്ട് കലങ്ങി? യഹൂദാ ജനത്തെ മുച്ചോട് മുടിച്ചു കളയുവാൻ, സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ അവരെ മുടിച്ചവരുടെ സമ്പത്ത് കൈവശമാക്കുവാൻ രേഖ എഴുതിയപ്പോൾ ശൂശൻ പട്ടണം കലങ്ങുകയാണ്.
ഭാരപ്പെടുക, നിലവിളിക്കുക. എന്നാൽ അവരെന്താ ചെയ്തത്? നമ്മളായിരുന്നെങ്കിൽ ഉടനെ ഒരു സമരം അങ്ങ് പ്രഖ്യാപിച്ചേനെ അല്ലേ? കളക്ടറേറ്റ് പഠിക്കല് നമ്മൾ ചെയ്യുന്നതല്ലേ? ഡിനോമിനേഷൻ ഉള്ളവരെ എല്ലാവരെയും കൂടെ അങ്ങോട്ട് കൂട്ടുപിടിക്കും. എന്നിട്ട് നമ്മളൊരു സമരം അങ്ങ് പ്രഖ്യാപിക്കും. ഈ സമരം പ്രഖ്യാപിക്കുന്ന ഒടുവിൽ എന്താ വരുന്നതെന്നറിയാമോ? രാഷ്ട്രീയക്കാരുടെ സമരം അറിയാമോ? അവർ 5, 6 ദിവസമോ അല്ലെങ്കിൽ 10 ദിവസമോ ഒക്കെ ഇത് കളക്ടറേറ്റ് പഠിക്കാൻ പോയിരിക്കും. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്താ വായി ഒന്നും ആയിട്ടില്ല, അവർ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഇതുപോലെ നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ധാരണയല്ല. പക്ഷേ അതുപോലെ ആയി തീരാതെ നമ്മൾ ദൈവസന്നിധിയിൽ എസ്തേറും കൂട്ടരും ചെയ്തതെന്താ? രട്ടിലും വെണ്ണീറിലും ഇരുന്ന് ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ഏത് രാജകൊട്ടാരത്തിൽ നിന്ന് ഏത് രേഖയാണോ വന്നത്, ആ രാജാവിനെ കൊണ്ട് തന്നെ ആ രേഖ അതുപോലെ തിരുത്തി എഴുതിച്ചെന്താ? ഈ യഹൂദാജനത്തെ ഉപദ്രവിക്കുവാൻ വരുന്ന ആരായാലും അവരെ കൊന്നുമുടിച്ച് അവരുടെ സമ്പത്ത് തിരിച്ചു മേടിക്കുവാൻ രേഖയെ തിരുത്തിയെഴുതുന്ന ദൈവമാ അല്ലേ? അപ്പോൾ എന്തിനാ നമ്മൾ ഭാരപ്പെടുന്നത്? എന്തിനാ നമ്മൾ ഭാരപ്പെടുന്നത്? സങ്കീർത്തനം 110 അധ്യായം 1 വാക്യം പെട്ടെന്നൊന്ന് വായിച്ചേ. ഒത്തിരി ഉണ്ടല്ലോ, വായിക്കാൻ സമയമില്ല. അപ്പൊ കർത്താവ് പറയുന്നത് എന്തോ? നീ മത്സരം ചെയ്യാനാണ് അവിടെ പറയുന്നത്. ശത്രു നിനക്ക് നേരെ വരുമ്പോൾ പാദപീഠമാക്കുവോളം എൻ്റെ വലത്തുഭാഗത്തിരിക്കാനാ പറയുന്നത്. വലത്തുഭാഗത്ത് എങ്ങനെ? ഉപവാസത്താലും പ്രാർത്ഥനയാലും കർത്താവിൻ്റെ അടുക്കൽ കടന്നു ചെല്ലുന്നുവെങ്കിൽ ശത്രു നിന്റെ മുമ്പിൽ വീഴുവാനായിട്ടിടയാകും. ഇന്ന് പ്രഭാതത്തിൽ ഈ സഭയോട് ദൈവാത്മാവ് പറയുക, നിന്റെ ശത്രു എത്ര കെടികെട്ടിയവനായാലും നീ ഉപവാസത്താലും പ്രാർത്ഥനയാലും ജാഗരിച്ചിരിക്കുന്നുവെങ്കിൽ ശത്രു നിന്റെ മുമ്പിൽ വീഴുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ നീ ദൈവത്തിന് പ്രയോജനമുള്ളവനെന്ന് കണ്ടപ്പോൾ ശത്രു നിന്നെ മുടിച്ചു കളയുവാൻ നോക്കുകയാണ്. കാരണം ഈ ശത്രുവിൻ്റെ പദ്ധതി നമ്മൾ അറിയണം. നമുക്കറിയാം, നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഭൂതഗ്രസ്തനെ കുറിച്ച് നമുക്കറിയാം അല്ലേ? 6000 ഭൂതം ബാധിച്ച ഭൂതഗ്രസ്തനെ കുറിച്ച് നമുക്കറിയാം. അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്, അതിൻ്റെ മുകളിൽ കർത്താവ് ശിഷ്യന്മാരും കൂടെ പടക് കയറി യാത്ര ചെയ്യുക. എവിടെ? അക്കരെ ഒരു ഭൂതഗ്രസ്തൻ ഒരു വ്യക്തി നിന്ന് നിലവിളിക്കുന്നു. ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല, നമ്മുടെ കർത്താവ് ജനസമൂഹത്തിൻ്റെ മധ്യത്തില്ല പലപ്പോഴും ദൂത് പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുള്ള, അല്ലെങ്കിൽ സുവിശേഷം പറയുന്നതായിട്ട് നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നല്ലേ. എന്നാൽ ഇവിടെ ഒരുവൻ അക്കരെ നിന്നും നിലവിളിക്കുന്നു. ഒരുവന്റെ നിലവിളിക്ക് മുമ്പിൽ, നമ്മുടെ ഓരോരുത്തരുടെയും നിലവിളിക്ക് മുമ്പിൽ ചെവി ചായ്ക്കുന്ന ദൈവമാ. കൂട്ടമായിട്ട് സഭയുടെ മധ്യത്തിൽ മാത്രമല്ല കർത്താവ് കടന്നു വരുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും നിലവിളിക്ക് മുമ്പിൽ കടന്നു വരുന്ന ഒരു ദൈവമാണെന്ന് നമ്മളെ വചനം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുവൻ അക്കരെ നിന്ന് വിളിക്കുന്നു, നിലവിളിക്കുക. അവനെ കണ്ടിട്ട് കർത്താവ് ശിഷ്യന്മാരും കൂടെ അക്കരയ്ക്ക് പടക് യാത്ര ചെയ്യുമ്പോൾ ആ പടക് മാത്രമല്ല, കുറെ ചെറുപടകുകളും കൂടെയുണ്ട്. എന്നാൽ കാറ്റും കോളും ആഞ്ഞടിക്കുമ്പോൾ ചെറുപടകൾക്ക് ഒരു പ്രശ്നവും ഇല്ല. ഉണ്ടോ? അവിടെ നോക്കേ, ചെറുപടകൾക്ക് ഒരു പ്രശ്നവുമില്ല. യേശുവുള്ള പടകിൽ ശിഷ്യന്മാര് കയറിയ കടവിൽ, ആ പടകിൽ എന്താണ്? പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുകയാ. കാറ്റാനാലും കോളിനാലും ആഞ്ഞടിക്കുകയാ. എന്തുകൊണ്ട് ആഞ്ഞടിക്കുന്നത്? ഇവരെ അക്കരെ എത്തിക്കരുത്. അക്കരെ എത്തിച്ചാൽ ഒരു വിടുതലുണ്ട്. നീ കർത്താവിന്റെ തിരുസന്നിധിയിൽ വന്നാൽ, നീ നിന്നാൽ വിടുതലുണ്ടെന്ന് ശത്രുവിനറിയാം. അതുകൊണ്ട് നിന്നെ അവിടെ എത്തിക്കാതിരിക്കുവാൻ ശത്രു പദ്ധതി ഒരുക്കുക. അതുകൊണ്ട് കർത്താവ് അവിടെ കടന്നു ചെല്ലാതിരിക്കാൻ, കർത്താവ് മാത്രമല്ല, ഈ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശുശ്രൂഷ നടത്തേണ്ട ശിഷ്യന്മാരിതിലുണ്ട്. മുച്ചോടി വരെ മുക്കിക്കളയണം. അതിനുവേണ്ടി കാറ്റും കോളും എന്ന വ്യാജേന സാത്താൻ മുഴുവലത്തോടുകൂടി ഈ പടകിനെ ആഞ്ഞടിക്കുമ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? കർത്താവ് 2 ശാസന അവിടെ നടത്തുന്നു. ഒന്ന്, കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർ അവിശ്വാസത്തെ, അതിനെ ശാസിക്കുക. അങ്ങനെ
ഇവരക്കരയ്ക്ക് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൂരെ നിന്നേ ഇവൻ വിളിച്ചു പറയുന്നു, യേശുവേ മഹോന്നതനായ പുത്ര, എന്നെ ഉപദ്രവിക്കരുതേ എന്ന് പറയുക. ഇങ്ങോട്ട് കടന്നു വരരുതേ. ഇവന്റെ ദേഹത്ത് എത്ര ഭൂതമാ? 6000 ഭൂതമാ. 6000 ഭൂതമുള്ള ഇവന് എന്താ സംഭവിക്കുന്നത്? നിലവിളിക്കുക. അപ്പോൾ ആവശ്യമില്ലാതെ വീട്ടിൽ അരോചകം ചെയ്യുന്നവരുടെ യഥാർത്ഥ ആത്മാവാണോ? ഇന്ന് നമ്മളങ്ങ് മനസ്സിലാക്കിയാൽ മതി. സഭയിലെ കമ്മിറ്റിയിൽ അടിയും ബഹളവും ഉണ്ടാക്കുന്നവർക്ക് യഥാർത്ഥ ആത്മാവാണോ? ആണോ? കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന വീട്ടിൽ ചുമ്മാതെ അരോചകം ചെയ്ത് ചുമ്മാതെ അങ്ങ് ബഹളം ഉണ്ടാക്കിക്കൊള്ളുക. അപ്പം നമ്മൾ വിചാരിക്കണം, ഇത്രയും ഭൂതമില്ലെങ്കിലും ഒന്നെങ്കിലും ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് അതിനെ ഒന്ന് ഇറക്കിയെങ്കിലേ ഈ അരോചകം മാറത്തുള്ളൂ. അതുപോലെ തന്നെ അരോചകം മാത്രമല്ല, തലമുടി വലിച്ചു പറിക്കുക. ചില കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലേ? നല്ല കുഞ്ഞുങ്ങളൊക്കെ ദേഷ്യം വരുമ്പോൾ തലമുടിയൊക്കെ വലിച്ചു പറിച്ച് അല്ലേ, ഈ തുണിയൊക്കെ വലിച്ചു പറിച്ച് വല്ലാത്തൊരു. അതുപോലെ വിവസ്ത്രധാരിയായിട്ട് അവൻ കാണുന്ന വസ്ത്രം. അപ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വിവസ്ത്രമാകുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? 2-3 ഇതിനകത്തിലുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ വസ്ത്രം ധരിക്കാത്ത അല്ലേ? നാം ഇതൊക്കെ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ യഥാർത്ഥ ആത്മാവുള്ളവൻ നല്ല വസ്ത്രം ധരിച്ച് സുബോധത്തോടു കൂടി. ഇവനെന്തോ ഇല്ല, സുബോധമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ സുബോധമുള്ളവൻ വിവസ്ത്രധാരിയായിട്ട് നടക്കുമോ? സഭയിൽ ബഹളം ഉണ്ടാക്കുമോ? വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമോ? ഒന്നും ഉണ്ടാക്കത്തില്ല. അപ്പോൾ സുബോധം ഇല്ലെന്ന് നമ്മളങ്ങ് ധരിച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് എന്തോ 1-2 ഉണ്ട്. അത് ഉപവസിച്ചും പ്രാർത്ഥിച്ചും നമുക്കൊന്ന് ഇറക്കിയാൽ മതി. അപ്പോൾ എല്ലാം നേരെ ആയിക്കോളൂ. അപ്പോഴേ ഇത് അങ്ങനെ സുബോധമില്ലാത്തവൻ ഇവൻ്റെ അടുക്കലേക്ക് കർത്താവ് വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇവൻ്റെ ഭൂതത്തെ പുറത്താക്കുകയാണ്. 2000 പന്നിയിലേക്ക് ഇതിനെ പ്രവേശിക്കുക. 2000 പന്നിയിൽ 6000 ഭൂതം 2000 പന്നിയിൽ കയറിയാൽ ഒരു പന്നിയിൽ എത്ര എണ്ണം കാണും? കണക്കറിയാമല്ലോ. 3 എണ്ണം. കണക്ക് പഠിച്ചവരല്ലേ? 3 എണ്ണം കാണും അല്ലേ? ഒരുവന്റെ ശരീരത്തിൽ ഒരു പന്നിയിൽ 3 എണ്ണം കാണും. അപ്പൊ 3 എണ്ണമുള്ള ഒരു പന്നി 2000 ഭൂതം 3 എണ്ണം കയറിയപ്പോഴത്തേക്ക്, ഒന്നിനകത്ത് 3 എണ്ണം കയറിയപ്പോഴത്തേക്ക് 2000 കൂടെ സമുദ്രത്തിൽ ചാടി ചാവുകയാണ്. ഒരെണ്ണം കയറിയ പന്നിക്ക് നിൽക്കാൻ വയ്യ. 6000 ഭൂതമുള്ള ഇവൻ എങ്ങനെ നിന്നു എന്നാലോചിച്ച് നോക്കിയേ. പക്ഷെ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഈ സാത്താന് അറിയാമോ? നമുക്കില്ലാത്തതും അവർക്കുള്ളതുമാണ്. ഐക്യതയുണ്ട്. സാത്താൻ ഐക്യതയുണ്ട്. നിങ്ങൾക്കറിയാമോ? അത് ഭയങ്കര ഐക്യതയാണ്. അവർ തമ്മിൽ ഛിദ്രിക്കത്തില്ല. ഭയങ്കര ഐക്യതയാണ്. അതുകൊണ്ടല്ലേ 6000 എണ്ണം ഒന്നിച്ച് നിന്നത്. നമ്മൾ 2 വിശ്വാസികൾ നിന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു അടിയും ബഹളവും ആയിരിക്കും ഇല്ലേ? അയ്യോ എന്താ വാ പിന്നെ സഭയിൽ. പുറത്തെ അമ്മാമ്മ ചോദിക്കും, സഭയിൽ എന്താ വാന്ന് ചോദിക്കും അല്ലേ? അയലത്തുകാർ പോലും വരത്തില്ല സഭയിൽ. ഭയങ്കര. അതുപോലെ തന്നെ വിശ്വാസി എന്ന് പറയുന്നവരുടെ വീട്ടിലേക്ക് എന്തോ ബഹളമാണ്. എന്തായാലും 3 എണ്ണം കയറിയവൻ ഇത്രയാവുമ്പോൾ 6000 എണ്ണം ഐക്യതയോടുകൂടി ഇവിടെ നിൽക്കുക അല്ലേ? എന്താ കാരണമെന്നറിയാമോ? ആദ്യം ഇവന്റെ അടുക്കലേക്ക്, ഈ ലോക ജീവിതത്തിൽ ജീവിച്ച ഇവന്റെ അടുക്കലേക്ക് ഇവൻ പാപത്തിന്റെ വഴിയിൽ വീണ് കിടന്നപ്പോൾ ഒരെണ്ണം തണുപ്പ് നോക്കി വന്ന് കയറി. ഒരെണ്ണം തണുപ്പ് നോക്കി വന്ന് കയറി കഴിഞ്ഞപ്പോൾ നല്ല സൗകര്യമുണ്ട്. എന്നിട്ട് ഇവൻ സ്നേഹമുള്ളവനാ. അതാ ഞാൻ പറഞ്ഞത് ഐക്യത ഉണ്ടെന്ന്. അവൻ മറ്റവനെ കൂടെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നല്ല സൗകര്യമുണ്ട്, പോരെ, തണുപ്പ് പറ്റി ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. 2 പേരായി. 2 പേര് വന്നപ്പോൾ എന്തോ പറഞ്ഞത്? എടാ മറ്റവനെ കൂടെ വിളിക്കാം. എടാ അവരും അവിടെ എങ്ങും കയറാൻ സ്ഥലമില്ല, നോക്കിയിരിക്കുക, അവർ ഊടാടിക്കൊണ്ടിരിക്കുക, അവിടെ ഇവിടെയും പോകാതെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് 2 പേര് പോയി 2 പേരെ കൂടെ കൊണ്ടുവന്നു. അപ്പം 4 ആയി അല്ലേ? 4 പേര് പോയി 4 പേരെ കൂടെ കൊണ്ടുവന്നു. ഇങ്ങനെ 6000 ഭൂതം. അതല്ലേ പറഞ്ഞ ഐക്യത ഉണ്ടെന്ന്. ഈ 6000 കൂടി ഇതിനുള്ളിൽ കയറിയപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? സ്വസ്ഥതയോടുകൂടി അവരവിടെ നിൽക്കുന്നത്. ഇവനെ ദണ്ഡിപ്പിച്ചുകൊണ്ട് മാത്രം ജീവിക്കുക അല്ലേ? എന്നാൽ നമ്മുടെ സഭയെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജോമോൻ പാസ്റ്റർ ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ എത്ര പേര് എത്ര എണ്ണത്തിനെ കൊണ്ടുവരുന്നു? ഈ വെള്ളിയാഴ്ച നിങ്ങൾ പോയിട്ട്, ഞാൻ ഭൂതത്തെ കൊണ്ടുവരുന്ന കാര്യമല്ല പറഞ്ഞത്, നിങ്ങൾ ഇന്ന് പോയിട്ട് നമുക്ക് ഐക്യതക്കുറവാണെന്നാണ് പറഞ്ഞത്. ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, ഞാൻ അനുഭവിക്കുന്ന സമാധാനം, ഞാൻ അനുഭവിക്കുന്ന മാന്യത അത് മറ്റേ സഹോദരിക്കും വേണം. ഇന്ന് ഞങ്ങളുടെ അയലത്തെ അനുഭവിക്കുന്ന സഹോദരിയുടെ കഷ്ടത ഞാൻ കണ്ടു. അവൾക്ക് വേണ്ടി അവളോട് ഈ ദൈവത്തെ ഒന്ന് പരിചയപ്പെടുത്തണം. ഞാൻ അനുഭവിക്കുന്ന സമാധാനം അവൾക്കും വേണം. ആ പ്രാണൻ കഷ്ടതയിലായി പോകരുത്. അതിനുവേണ്ടി അവളെ ഒന്ന് കൊണ്ടുവരുവാൻ ഇന്ന് മുതൽ നമ്മൾ പ്രയത്നിക്കണം. 6000 ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കുറച്ചെങ്കിലൊക്കെ കൊണ്ടുവരണം. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം. എന്താണ്? ഞാൻ അടുത്ത ആഴ്ച വരുമ്പോൾ ഒന്നിനെ കൂടെ കൊണ്ടുവരും.
ഒരെണ്ണത്തിനെ കൂടെ എന്തായാലും ഞാൻ കൊണ്ടുവരും, എങ്ങനായാലും വിളിച്ചുകൊണ്ട് വരും. ഞാൻ ഇന്ന് മുതൽ തീരുമാനമെടുക്കാമോ നിങ്ങൾക്ക്? പോകുന്ന സ്ഥലത്തും എവിടെയെങ്കിലും സഹോദരിയോട് പറയണം, ഒന്ന് വന്ന് നോക്ക്. അയ്യോ നീ സ്നാനപ്പെടും രക്ഷിക്കുക, അങ്ങനെ ഒന്നും വേണ്ട, നീ ഒന്ന് വാ. അവളിവിടെ വന്ന് ആ സന്തോഷവും സമാധാനവും ഐക്യതയും അനുഭവിക്കുമ്പോൾ ആ കർത്താവ്, അതുപോലെ നമ്മുടെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് ആകർഷിക്കാതെ ആരും കടന്നു വരത്തില്ല. അപ്പോൾ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അതിനൊരു മുഖാന്തരമാകണം. നമ്മൾ മുഖാന്തരമായി കടന്നു ചെല്ലുമ്പോൾ ആ കർത്താവ് കണ്ടിട്ടുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും മടങ്ങി വരാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്കതിനൊരു പ്രയത്നം ഉണ്ടാകണം. നമ്മൾ വീണ്ടും നമുക്ക് വചനത്തിലേക്ക്, ആദ്യമുള്ള നമ്മുടെ വചനത്തിലേക്ക് തന്നെ കടന്നു വരാം. അതായത് പത്രോസ് എന്താ ഇവിടെ പത്രോസിനെ കാരാഗ്രഹത്തിലാക്കുകയാണ്. ഇവിടെ പത്രോസിനെ കാരാഗ്രഹത്തിലാക്കുമ്പോൾ അവന് വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തമുള്ളതിനെ പത്രോസിനെ, അല്ലെങ്കിൽ പത്രോസായാലും ആരായാലും വാഗ്ദത്തമുള്ളവനെ ഇരുമ്പഴിക്കോ ഒരു നിയമത്തിനോ ഒരു കാരാഗ്രഹത്തിനോ അടച്ചിടാൻ സാധ്യമല്ല. കാരണം പത്രോസ് 16 ചേവകന്മാരുടെ അകമ്പടിയോടെ 2 പട്ടാളക്കാരുടെ നടുവില് സുഖമായി ഉറങ്ങുകയാ. ഉറങ്ങാൻ കാരണം എന്താ? വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചിരിക്കുക. ഇന്ന് ഞാൻ യൗവനമാ, എന്നോട് പറഞ്ഞിട്ടുണ്ട് വാർദ്ധക്യത്തിലെ മരിക്കത്തുള്ളെന്ന്. അതുകൊണ്ട് എൻ്റെ അര മറ്റൊരുവൻ ഉടുപ്പിക്കുമെന്ന് എന്നോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ വാർദ്ധക്യമാകും. അതുകൊണ്ട് ആ വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. നമ്മളോ സഹോദരിയോട് പറഞ്ഞിട്ടില്ലേ, അതായത് നിന്റെ കുഞ്ഞിനെ ഞാൻ മാനിക്കാമെന്ന്, അല്ലെ നിനക്കൊരു ഭവനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ എൻ്റെ മുന്നിൽ എന്തോ കണ്ടിട്ട് ഭവനം തരാനാ? എൻ്റെ കുഞ്ഞ്, അവന് ബുദ്ധിയൊന്നും ഇല്ലെന്നേ, ഞാൻ പറഞ്ഞാൽ കേൾക്കത്തുമില്ല അവനെയാ ഇപ്പം, അല്ലേ? എന്നാൽ നീ വാഗ്ദത്തം മുറുകെ പിടിക്കുന്നുവെങ്കിൽ അല്പം താമസിച്ചാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവമാ. പ്രതിക്രിയ നടത്തി രക്ഷിക്കും. എല്ലാ വ്യക്തികൾക്കും വേഗം വരുന്നവനായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ആൻറ്റി. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ദൂതുകളെ ദൈവസഭയോട് പറയുവാൻ കർത്താവ് അവിടുന്ന് ഇടയാക്കിയല്ലോ. നമ്മുടെ ജീവിതത്തിനകത്ത് ഈ കേട്ട ദൈവിക വെളിപ്പാട് നമ്മൾ പിൻപറ്റുക. വളരെ ഉപവാസ പ്രാർത്ഥനയിലാണ്. 7 ദിവസത്തെ ഉപവാസമാണെന്നാണ് പറഞ്ഞത്. 2 മണിക്കൂറിലധികം ആ ശബ്ദത്തിനകത്ത് ഒരു പോരായ്മകളുമില്ലാതെ വളരെ ആഴമായ രീതിയിൽ ദൈവവചനത്തെ വെളിപ്പെടുത്തുവാൻ ആ പ്രിയ മാതാവിനെ കർത്താവ് അവിടുന്ന് ഇടയാക്കി. എല്ലാവരും പ്രാർത്ഥിക്കുക. സ്തോത്രം. ഈ ഒരു അഭിഷേകം നമ്മുടെ ദൈവസഭയ്ക്കകത്തും അനേകരോട് സുവിശേഷം പറയുവാൻ എങ്ങനെയൊക്കെ പറയണമെന്ന് ആൻറ്റി പറഞ്ഞു. എങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന, നമ്മൾ ഏറ്റവും വലുതെന്ന് നമ്മൾക്ക് ലഭിച്ച ചില ദൈവിക ഗുണങ്ങളെ ഏത് നിലവാരത്തിലൂടെ നമുക്കതിനെ സ്വീകരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കേൾക്കുവാനിടയായി. നമുക്ക് തന്ന ചിരിയാകട്ടെ, നമുക്കധികമായി വർത്തമാനം പറയുവാനുള്ള കഴിവായിക്കൊള്ളട്ടെ. എന്താണോ നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത് അത് ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുക, കർത്താവിനെ അത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ. സ്തോത്രം. യേശു അവസാനം പറഞ്ഞൊരു ഭാഗമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം അധ്യായം 15-ാം വാക്യം, അല്ലേ? നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. അതാണ് ഏറ്റവും വലിയ ദൂത്. ഈ ദൂതിനെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ദിവസങ്ങൾ കർത്താവ് അങ്ങനെ തന്നെ നമ്മോട് പറയുന്നു, ഈ ദൂതിനെ നമുക്ക് പിടിക്കണം. സ്തോത്രം. നമുക്ക് അടുത്തുള്ളവരോട് നമ്മൾ പറയുമ്പോൾ, നമ്മുടെ കുടുംബക്കാരോട് പറയുമ്പോൾ, ബന്ധുമിത്രോട് പറയുമ്പോൾ കർത്താവ് നമുക്ക് അടുത്തൊരു മേഖലയിലേക്ക് സ്തോത്രം ദൈവം അയക്കുവാനിടയാകും. കേട്ടോ, രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള ഒരു സഹോദരിയാണ്. സ്തോത്രം. എന്താണ് ഇപ്പോഴും തെരുക്കോണുകളിൽ കർത്താവിനെ ഉയർത്തുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി നമുക്ക് കൊടുക്കാം. എല്ലാവരും നന്മകളെ എടുത്താട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും നന്മകളെ എടുത്താട്ടെ. എല്ലാവരും നന്മകളെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ നന്മ വിതയ്ക്കുമ്പോൾ
കർത്താവിൻ്റെ കരം ഞങ്ങളുടെ കൂടെ ആയിരിക്കണം. ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണം. എല്ലാവരും എടുത്താട്ട് നന്മകൾ ഒരു വാക്ക് രായിച്ച് ഞാൻ പ്രാർത്ഥിക്കുമല്ലോ. പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ രക്ഷകന് വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരു വെള്ളിയാഴ്ച കൂടി കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ വിലപ്പെട്ട ദാസിയുടെ ആമേൻ ഹല്ലേലൂയ അനുഗ്രഹപ്പെട്ട ദൈവിക ആലോചനകൾ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. കർത്താവേ, ഇതിൽ നിന്ന് ഞങ്ങൾ യോഗ്യരല്ലായിരുന്നു. അയോഗ്യമായ സ്ഥലത്തു നിന്ന് ഞങ്ങളെ യോഗ്യരായി വിളിച്ച ദൈവത്തിൻ്റെ വിലയേറിയ സ്നേഹത്തിനായി സ്തോത്രം. കർത്താവേ ആമേൻ ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഹല്ലേലൂയ കാൽവരി മുതൽ ഹല്ലേലൂയ ഈ ഭൂമിയിൽ യെരൂശലേമിൻ്റെ തെരുവിധി മുതൽ കാൽവരി വരെ ഞങ്ങളെ സ്നേഹിച്ച ആ വിലയേറിയ സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി കാൽവരിയിൽ മരിച്ചു, ഞങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ആമേൻ. വീണും എഴുന്നേറ്റും ഹല്ലേലൂയ ആമേൻ. കർത്താവേ, റോമൻ പടയാളികളുടെ അടിയേറ്റും ഹല്ലേലൂയ യെരൂശലേമിന്റെ തെരുവീതിയിൽ കൂടെ ഞങ്ങൾക്ക് വേണ്ടി പച്ചമരക്കുരിശ് പോയ കർത്താവിനെ ഇന്ന് പകൽക്കാലം പിന്നെയും ദർശിപ്പാൻ ദൈവം ഞങ്ങൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഭൂലോകമെങ്ങും പോയി കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് കേൾപ്പിച്ച ദൈവിക ആലോചനകൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ ദാസിയെ കുടുംബം അനുഗ്രഹിച്ച് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്രത്തോളം ജയത്തോട് കർത്താവെ ഇന്ന് പകൽക്കാലം ശുശ്രൂഷിപ്പാൻ എൻ്റെ ദാസിയെ അവിടുന്ന് ബലപ്പെടുത്താനായി സ്തോത്രം. കടന്നു നല്ല ദൈവമക്കൾക്കായി സ്തോത്രം. ഞങ്ങളുടെ സ്തോത്ര പരിപാടിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരം നീട്ടുന്ന ഓരോ കരകളെയും നീട്ടുന്ന എല്ലാ കരകളെയും 1000 മടങ്ങ് പ്രതിഫലം കൊടുത്ത് ഇന്ന് പകൽക്കാലം നിറയ്ക്കുകയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നതിനായി സ്തോത്രം വരുവനായി ഒരുക്കണം. യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും അതാത് സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇതിൻ്റെ അകത്തുനിന്ന് എഴുന്നേൽക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. സ്തോത്രം. ലഭിക്കുന്ന അവസരങ്ങളൊക്കെ തക്കത്തിൽ ഉപയോഗിപ്പാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന പ്രിയ പാസ്റ്റർ ബ്ലെസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേക നാളുകൾക്ക് ശേഷം കാണുവാനും ഒരുമിച്ച് ആരാധിപ്പാനും ദൈവം കൃപ നൽകിയല്ലോ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് സെക്ഷൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം. പ്രിയ സോമൻ ബ്രദർ മുമ്പോട്ട് കടന്നു വന്ന് ചുരുക്കം വാക്കിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ഈ സെക്ഷൻ അവസാനിപ്പിക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. എത്തപ്പെട്ട പൊന്നു കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും ഇന്ന് പോൽക്കാലം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കൂടി ദൈവം ഒരിക്കൽ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ നടക്കുന്ന ഈ പ്രാർത്ഥന, ഇവിടെ നടക്കുന്ന ഈ കൂട്ടായ്മയെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ വിശേഷാല ജോമോൻ പാഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസനെ അധികമായി ബലപ്പെടുത്തുവാൻ ദൈവസേനയെ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഈ ചുരുളിക്കോട് പട്ടണത്തിൽ ഈ സഭ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവമിടയാക്കണ. ഈ 2024 ഈ പ്രാരംഭ കാലങ്ങളിൽ തന്നെ ഈ സഭയ്ക്കൊരു ഉദ്ധാരണം ഉണ്ടാകുവാൻ, ഈ സഭയ്ക്കൊരു വളർച്ച ഉണ്ടാകുവാൻ, അനേക പാപികൾ മാനസാന്തരപ്പെട്ട് അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ട് ഈ ദിവസത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ദൈവത്താൽ സംഭവിച്ചെന്ന് പറയുവാൻ, ഇത് ദൈവത്താൽ നടത്തപ്പെടുന്ന പറയുവാൻ തക്കവണ്ണം ദൈവമിടയാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പോൽക്കാലം ശക്തമേറിയ ദൈവത്തിന്റെ വചനം നിന്റെ ദാസി കൂടി ഞങ്ങൾ കേൾക്കുവാൻ ഇടയായല്ലോ. കർത്താവേ, വളരെ ശക്തമായി അതെ പ്രഘോഷിക്കുവാൻ ദാസിയിടയാക്കിയതോർത്ത് സ്തോത്രം. കേട്ട എല്ലാ ദൈവമക്കളുടെയും ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ വചനം ആഴങ്ങൾ ഇറങ്ങുവാൻ ദൈവമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന, വിശ്വാസം വർദ്ധിപ്പിക്കുന്ന അതെ ഈ വചനം ഞങ്ങളുടെ ജീവിത അനുഗ്രഹമായി തീരുവാൻ ദൈവമിടയാക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഇന്ന് പോൽക്കാലം ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ, ഇത്രത്തോളം മാനിച്ചല്ലോ. എല്ലാ നന്മകളെ ഓർത്ത് സ്തോത്രം. നിങ്ങളെ കേൾപ്പിച്ച, ഒടുവിൽ കേൾപ്പിച്ച ദൈവത്തിന്റെ വചനത്തിനായ സ്തോത്രം. ഭൂലോകത്തെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകുകയും ഈ പ്രദേശത്ത് യേശുവിന്റെ സാക്ഷിയാകുവാൻ ഒരു കൂട്ടം ജനത്തെ പിന്നെ ഒരുക്കണമെന്ന്
ചെയ്യണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാതപീഠ സമ്പൂർണ്ണമായി ഏൽപ്പിക്കട്ടെ. കർത്താവിൻ്റെ ആശീർവാദം കൂടി ഏൽപ്പിക്കുന്നു. ദൈവം മാനിങ്ങനെ ഈ സഭയെ കർത്താവിൻ്റെ ഏൽപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചാട്ടെ. കരങ്ങളിൽ താഴ്ത്തുന്നു. മഹത്വമെല്ലാം കർത്താവിന്. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും സംരക്ഷണവും കാവലും കോട്ടയും സ്തോത്രം ഈ സഭയുടെ മേലും ഇന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം അതിശക്തിയോട് പ്രഘോഷിപ്പിച്ച പ്രിയദാസിയുടെ മേലും കുടുംബത്തിൻ്റെ മേലും തലമുറയുടെ മേലും ദൈവസഭയുടെ സകല പ്രവർത്തനങ്ങളുടെ മേലും കടന്നു വന്ന ഓരോ മക്കളുടെ കുടുംബത്തിനകത്തും ഇന്നും എന്നേക്കും ഉണ്ടാകുമാറാകണമേ. എത്രത്തോളം ചെയ്യുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആഴ്ചനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഈ മീറ്റിങ്ങിന് ആരംഭം മുതൽ സ്തോത്രം അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കകത്തും വളരെ ആത്മാർത്ഥതയോടെ സ്തോത്രം കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ തൻ്റെ പ്രത്യേക കർത്താവ് ബലപ്പെടുത്തി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കിടന്ന എല്ലാവരും ആഹാരം വാങ്ങിക്കഴിച്ച് മാത്രമേ പോകാവൂ എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും